മുട്ട വെറുതെ കഴിക്കുന്നതിന് പകരം ദാ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം. ഞാൻ ഇവിടെ അഗാരോയുടെ എഗ് ബോയിലറിലാട്ടോ മുട്ട പുഴുങ്ങിയെടുക്കുന്നത്. ഫസ്റ്റ് ഇട്ട് മുട്ട പുഴുങ്ങിയെടുക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് വേണത് എഗ് പൗച്ചർ വരുന്നുണ്ട്. പിന്നെ ഒരു മെഷറിംഗ് കപ്പ്, അതിൻ്റെ താഴെയായിട്ടൊരു പിന്നും വരുന്നുണ്ട്. മുട്ടയ്ക്ക് ഒരു ഹോൾ കൊടുത്തിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കേണ്ടത്. അതിനുള്ളതാണ്. സോഫ്റ്റ് ബോയിലായിട്ടും മീഡിയം ബോയിലായിട്ടും ഹാർഡ് ബോയിലായിട്ടും നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതിന് വെള്ളത്തിൻ്റെ അളവൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഹാർഡ് ബോയിലായിട്ടാണ് ചെയ്തത്. അതിന് 85 മില്ലി വാട്ടറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ മുട്ടയും ഇതുപോലെ ആ ഒരു പിന്ന് വെച്ചിട്ടൊന്ന് ഹോളാക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട അതിൽ വെച്ച് കൊടുക്കുക. അത് അതിൻ്റെ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. എന്നിട്ട് നേരെ നമുക്കൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മുട്ട പുഴുങ്ങിയെടുത്തത് റെഡി. പിന്നെ എഗ് പൗച്ചർ ഇതുപോലെ നമുക്ക് സാൻഡ്വിച്ചിക്കോ അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ നമുക്ക് ഇതുപോലെ ആക്കിക്കെടുക്കാം. അതുപോലെ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ആദ്യം ആ ഒരു മുട്ട പിഴുങ്ങിയെടുക്കുന്ന ട്രേ വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഈ ഒരു എഗ് പൗച്ചർ വയ്ക്കുക. എന്നിട്ട് 120 ml വെള്ളമാട്ടോ ഇതിൽ വെക്കേണ്ടത്. അങ്ങനെ നമുക്കത് ആവിക്ക് വേവിച്ചെടുത്താൽ അതും അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. മുട്ടയൊക്കെ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മല്ലിയിലയും ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ മുട്ടയുടെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മല്ലിയില ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്കിട്ടോ.